നമസ്തേ. കറാച്ചി ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യയുടെ പങ്കുണ്ട് എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആരോപിക്കുന്നത്. പക്ഷേ ആരോപണം മാത്രമേ, അതിന് കൃത്യമായ തെളിവോ മറ്റു കാര്യങ്ങളൊന്നും പാകിസ്ഥാൻ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇന്ത്യൻ വിദേശകാര്യം ഇതിനെതിരെ ശക്തമായി എതിർക്കുകയും ഇന്ത്യ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കാം പാകിസ്ഥാൻ ഇപ്പോൾ ഈ നേരത്തെ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾക്കായി മുമ്പോട്ട് വരുന്നത്? ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ സിന്ധിലെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇന്നലെ ഭീകരാക്രമണം നടന്നത്. അത് സിന്ധ് റേഞ്ചേഴ്സ് എന്നാണ് ഈ സൈനിക ഡിവിഷന്റെ പേരിട്ടിരിക്കുന്നത്. ആ സിന്ധ് റേഞ്ചേഴ്സിന്റെ കറാച്ചിയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഭീകരാക്രമണം നടന്നത്. ആക്രമണം നടത്തിയത് TTP, തെരീഖ് താലിബാൻ പാകിസ്ഥാന്റെ ഒരു ഘടകമാണ്. അവര് നടത്തിയ ആക്രമണത്തില് ആ 4 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. 5 ഭീകരരെ കൊന്നെന്നും ഒരു ഭീകരനെ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയെ അറസ്റ്റ് ചെയ്തെന്നുമാണ് പാകിസ്ഥാൻ സൈന്യം പറയുന്നത്. എന്തായാലും ശരി, ഈ ഈ ഈ ഈ ആക്രമണം നടത്തിയ വിഭാഗത്തിന്റെ പേര് ജമിയത്തുൽ അഹ്റാർ എന്നാണ്. ഈ ജമിയത്തുൽ അഹ്റാർ TTPയുടെ തന്നെ ഭാഗമാണ്. അപ്പോ ഇന്നലത്തെ ആക്രമണം കറാച്ചിയിൽ 2024 ശേഷം ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു ഭീകരാക്രമണമാണ്. കറാച്ചിയിലുള്ള ഉണ്ടാകുന്ന ഭീകരാക്രമണം പാകിസ്ഥാനെ വല്ലാതെ ഞെട്ടിക്കും. കാരണം കറാച്ചി ഇന്ത്യക്ക് ബോംബെ പോലാണ് പാകിസ്ഥാന് കറാച്ചി. അതായത് പാകിസ്ഥാന്റെ ഫൈനാൻഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഹബ്ബാണ്, ഫൈനാൻഷ്യൽ ക്യാപിറ്റലാണ്. പാകിസ്ഥാന്റെ ക്യാപിറ്റല് ഇസ്ലാമാബാദാണ്, തലസ്ഥാനം. പക്ഷേ പാകിസ്ഥാന്റെ ബിസിനസ് മുഴുവൻ നടക്കുന്നത് കറാച്ചിയിലാണ്. ആ കറാച്ചി പോർട്ടാണ് പാകിസ്ഥാന്റെ ഏറ്റവും സജീവമായ തുറമുഖം. അപ്പോ പല കാരണങ്ങളാലും കറാച്ചിയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ സാമ്പത്തികമായിട്ട് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ ബാധിക്കും. ഇത് പണ്ട് 1980-കളിൽ അവിടെ MQM എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരങ്ങനെ വലുതായിട്ട് വലിയ ഭീകരാക്രമണങ്ങളൊന്നും നടത്തുന്നില്ലായിരുന്നു. പക്ഷേ വയലന്റ് പ്രതിഷേധങ്ങൾ പലപ്പോഴും നടത്തുമായിരുന്നു. മൊഹാജിർ ക്വാമി മൂവ്മെന്റ്, അങ്ങനെയാണ് അതിന്റെ പേര്. അത് പാകിസ്ഥാൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും തന്നെ പാകിസ്ഥാന്റെ ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ പലതും പുറത്തു വന്നു. ആ ആന്തരിക വൈരുദ്ധ്യത്തിൽ ഒരു വൈരുദ്ധ്യമാണ് ബീഹാറിൽ നിന്നും അതുപോലെ UP-യിൽ നിന്നുമൊക്കെ കുടിയേറിയ മുസ്ലിങ്ങളെ പഞ്ചാബി മുസ്ലിങ്ങൾക്ക് താല്പര്യമില്ല, അവരെ ഇഷ്ടമല്ല. അപ്പോ അവര് ഈ പഞ്ചാബി മുസ്ലിങ്ങള് ഈ തെക്കൻ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തു നിന്ന്, അതായത് ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവരോട് ഒരു ചിറ്റമ്മ നയം ആണ് കാണിച്ചിരുന്നത്. അവരെ പല കാര്യങ്ങളിലും അകറ്റി നിർത്തുക, അവർക്ക് പല രീതിയിലുള്ള വിവേചനം. അതായത് അഭയാർത്ഥികളായിട്ട് വന്ന മൊഹാജിറുകളായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഞെട്ടലായിരുന്നു അവർക്ക്. അവരുടെ സ്വന്തം രാജ്യമാണ് പാകിസ്ഥാൻ, അവിടെ നമുക്ക് എല്ലാ പാകിസ്ഥാനികളും തുല്യരാണ് എന്നൊക്കെയുള്ള ഒരു സ്വപ്ന സങ്കല്പത്തിലാണ് UP-യിലെയും ബീഹാറിലും അവര് വലിയ അന്തസ്സായിട്ട് ജീവിച്ചിരുന്നതാണ്. ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുമുള്ള മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആൾക്കാർ പഴയ കാലത്ത് വലിയ പണക്കാരൊന്നും ആയിരുന്നില്ല, അവരിൽ വളരെ ദരിദ്രരായിട്ടുള്ളവരുണ്ടായിരുന്നു. പക്ഷേ വടക്കേ ഇന്ത്യയില് തിരിച്ചായിരുന്നു, അവര് ഭരണവർഗമായിരുന്നു. അതായത് ഇത് സുൽത്താൻമാരുടെ ഇപ്പൊ കിഴക്കൻ UP-യിൽ പ്രത്യേകിച്ച് താമസിച്ചിരുന്ന മുസ്ലിങ്ങളൊക്കെ തന്നെ ലക്നൗ സുൽത്താനേറ്റിലാണ് താമസിച്ചിരുന്നത്. അവര് ബീഹാറും ഒക്കെ തന്നെ അതുപോലെ അവര് ഉന്നത കുലജാതരും സമ്പന്നരും ധനികരും ജന്മിമാരും ഒക്കെ ആയിരുന്ന ആൾക്കാരാണ്. അവിടെ ചെന്നിട്ട് അവസാനം അവര് റോഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ജീവിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ടായി. അപ്പൊ അവരുടെ ഒരു പ്രതിഷേധമായിരുന്നു MQM-ലൂടെ പുറത്തു വന്നത്. അതിന്റെ നേതാവായിരുന്ന അൽതാഫ് ഹുസൈൻ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്, ഞാനങ്ങ് മറന്നുപോയി. പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് മാറി ലണ്ടനിൽ പോയിരുന്നിട്ടായിരുന്നു അദ്ദേഹം അവിടെ അവരുടെ ഒരു പ്രതിഷേധമൊക്കെ ഓർഗനൈസ് ചെയ്തത്. അത് പിന്നീട് ഇത്ര വലിയൊരു ഒരു പിന്തുണയൊന്നും അന്നില്ലായിരുന്നു. അപ്പൊ ഇപ്പോഴതല്ല, പാകിസ്ഥാനിലെ പ്രതിഷേധങ്ങൾക്ക് വല്ലാത്ത ശക്തിയും അതുപോലെ അത്തരം ഗ്രൂപ്പുകൾക്ക് വല്ലാത്ത പിന്തുണയുമുണ്ട്. ഇന്നലത്തെ ഒരു ആക്രമണത്തിലൂടെ TTP തെളിയിച്ചിരിക്കുന്നത് അവർക്ക് അവർ സാധാരണ ഏറ്റവും ശക്തിയുള്ളത് അവർക്ക് ഖൈബർ പക്തുൺവ എന്ന പ്രോവിൻസിലാണ്. അത് കൂടുതലും പത്താനുകളാണ് ഈ TTP-യിലുള്ളത്. താലിബാനിൽ പത്താനുകളാണല്ലോ ഉള്ളത്. പത്താൻ വിഭാഗക്കാരുടെ സംഘടനയാണ് അത്. ഇസ്ലാമിന്റെ പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ താലിബാൻ പത്താൻ എന്ന ഒരു വിഭാഗത്തിനെയാണ്, അവർ വേറെ ആരെയും അതിൽ ചേർക്കാറില്ല.
അവിടെ അഫ്ഗാനിസ്ഥാനിൽ പോലും ഈ പത്താനികൾ മാത്രമാണ്, അതായത് കന്ദഹാർ തൊട്ട് കാബൂൾ വരെ ഉള്ള പ്രദേശത്തെ പത്താനികളുടെ സംഘടനയാണിത്. അതിനപ്പുറത്തുള്ള ഉസ്ബെക്കുകളും താജിക്കുകളും ഒന്നും ഇതിന് ഇതിൽ പോരാളികളാവാറില്ല. നല്ല വെള്ളം കോരാനും വിറക് വെട്ടാനും ഒക്കെ അവരെ ഉപയോഗിക്കും. അതുപോലെ തന്നെ ആ ഒരു ഇന്റേണൽ ഡിവിഷൻ അവിടെയുണ്ട്. അത് ഈ ഖൈബർ പഖ്തൂൺഖ്വായിലെ ഈ TTPയുടെ സ്വാധീനം എന്ന് പറയുന്നത് ഈ പഠാനികളുടെ ഇടയിലാണ്. പക്ഷേ ഖൈബർ പഖ്തൂൺഖ്വയിൽ മാത്രമല്ല, തങ്ങൾക്കുള്ളിലേക്ക് കയറി ആക്രമിക്കാനുള്ള ഒരു ഡീപ്പ് സ്ട്രൈക്ക് എന്ന് പറയുന്ന കാര്യത്തിന് തങ്ങൾക്ക് ശക്തി വന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ആക്രമണത്തിലൂടെ അവർ തെളിയിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ 1980കളിലെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ പാകിസ്ഥാൻ എന്നും ഇന്ത്യയെ ഒരു നാള് നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലൂടെ മുറിവേൽപ്പിച്ച് ഇന്ത്യയെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു പോളിസിയാണ് പാകിസ്ഥാന്റെ. കാരണം ഒരു നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് മേൽക്കൈ ഉണ്ടെന്ന് പാകിസ്ഥാൻ അറിയാം. അപ്പോ അതിനാണ് പാകിസ്ഥാൻ ഈ അസിമെട്രിക് വാർഫെയർ എന്ന് പറയുന്ന ഈ സമ്പ്രദായം. പക്ഷേ ഈ ഭീകരത ആർക്കും പറ്റും. അത് പാകിസ്ഥാന് പറ്റുമെങ്കിൽ വേറെ ആർക്കും പറ്റും. അല്ലെങ്കിൽ അവരെ തന്ത്രപരമായിട്ട് സഹായിച്ചാൽ മതി. പാകിസ്ഥാനിലെ വിഘടന ഗ്രൂപ്പുകൾക്ക് ഇന്ത്യ സഹായം കൊടുക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആക്ഷേപം. ഇന്ത്യ അത് പൂർണ്ണമായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യ പറയുന്നത് നിങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുക, ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കുക. നിങ്ങൾ ഏകശിലാരൂപമായ ഒരു ജനവിഭാഗമാണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. നിങ്ങളൊരു ഹോമോജിനസ് രാജ്യമാണ്. എന്നാ പിന്നെ നിങ്ങൾ തമ്മിൽ എന്തിനാ അടിയിടുന്നത്? അപ്പൊ പിന്നെ നിങ്ങൾ തമ്മിൽ അടിയുടെ കാര്യമില്ലല്ലോ. അടിസ്ഥാനപരമായിട്ട് നിങ്ങളല്ല ഒരേ വിശ്വാസികൾ, നിങ്ങൾ തമ്മിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ, അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടായത്. അങ്ങനെ ഒരു രാജ്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ അവിടെ നിലനിൽക്കാൻ പറ്റണം. അത് നിങ്ങളുടെ കുഴപ്പം. നിങ്ങളുടെ ആന്തരിക വൈരുദ്ധ്യങ്ങളെ പരിഹാരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിൽ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബലൂചിസ്ഥാൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലും നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, അതിന്റെ ഒപ്പം മറ്റൊരു പ്രവിശ്യയിലൂടെ ഈ ഈ ആന്തരികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ച് അത് ഒരു രാജ്യം എന്നുള്ള നിലയിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. സിന്ധ് പ്രവിശ്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ചർച്ച ചെയ്താണ്. അതായത് പാകിസ്ഥാനിലെ ജലദൗർലഭ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സിന്ധിലാണ്. ഈ സിന്ധു നദി ഇന്ത്യയിൽ നിന്നും ഒഴുകി നേരെ പാകിസ്ഥാൻ പഞ്ചാബിലെത്തി. പാകിസ്ഥാൻ പഞ്ചാബിൽ നിന്നും കൂടെ ഒഴുകി അത് അഴിമുഖത്ത് സമുദ്രമുഖത്ത് എത്തുമ്പോഴാണ് അവിടെയാണ് ഈ സിന്ധ് പ്രോവിൻസ് കിടക്കുന്നത്. അവിടെ എത്തുമ്പോഴേക്കും ഇതിലെ വെള്ളമെല്ലാം തീരും. അതിനു മുമ്പ് തന്നെ ആവശ്യക്കാര് ഈ വെള്ളം വലിച്ചെടുത്ത് സിന്ധിലെ താമസക്കാർക്ക് ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഒരു ഹൃദയവേദന ഉണ്ടാക്കുന്നു. അവർക്ക് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന പഞ്ചാബികളാണ് സൈന്യത്തിലും കൂടുതൽ, ഭരണത്തിലും കൂടുതൽ എത്തുന്നത്. അപൂർവമായിട്ടാണ് ബേനസീർ ഭൂട്ടോയെ പോലുള്ള അവരൊരു സിന്ധികള് അവിടെ ഭരണത്തിലേക്ക് എത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രവിശ്യകളൊക്കെ തന്നെ അതിൻ്റെതായ ഐഡന്റിറ്റിയിലാണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നത്. അതൊരു ഒരുമാതിരി ഗോത്രം പോലാണ്. സിന്ധി എന്ന ഭാഷ സംസാരിക്കുന്നവര്, പഞ്ചാബി സംസാരിക്കുന്നവര്, ഖൈബർ പഖ്തൂൺവ ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് അത് ഈ അഫ്ഗാൻ ഭാഷകള്, പേർഷ്യൻ കലർന്ന ഭാഷകള്, കന്ദഹാറി തൊട്ട് ഉള്ള ഭാഷകൾ സംസാരിക്കുന്നവര്, ഇവരൊക്കെ അവരുടേതായ ഐഡന്റിറ്റി, ഉറുദു എന്ന ഒരു ഇപ്പം വടക്കേന്ത്യയിൽ ഹിന്ദി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, പക്ഷെ ഹിന്ദി മാത്രമല്ല ഭാഷ. വടക്കേന്ത്യയിലെ ബീഹാറിൽ മൈഥിലി സംസാരിക്കുന്നു, ഉത്തർപ്രദേശിൽ അവധി സംസാരിക്കുന്നു. അങ്ങനെ അത് മാത്രം അറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും വിശാലമായ ഐഡന്റിറ്റിയിലേക്ക് ഒരുപക്ഷെ വടക്കേ ഇന്ത്യ ഹിന്ദി അറിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. പക്ഷേ ആ ഒരു ലെവലിലേക്ക് പാകിസ്ഥാൻ എത്തിയിട്ടില്ല. പാകിസ്ഥാനിലെ ഈ ഒരു പ്രാദേശിക ഐഡന്റിറ്റി വികസനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ഈ പ്രാദേശിക ഐഡന്റിറ്റി അവിടെ ശക്തമായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണെന്നാണ് പറയുന്നത്. ബലൂച്ചികള് അവരൊരു സെപ്പറേറ്റ് രാജ്യം പോലാണ് അവരിപ്പോ ആയിക്കഴിഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിനോ അതുപോലെ പോലീസിനോ അവിടെ വലിയ ഒരു സ്വാധീനമില്ല. എന്തായാലും ശരി, ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ റോൾ ഉണ്ടെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഈ പാകിസ്ഥാനിൽ പല സ്ഥലത്തും ആക്രമണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അവിടെ ലഷ്കർ ഇ തയ്യബയുടെ
അതുപോലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഒക്കെ യഥാർത്ഥ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും വധിക്കപ്പെട്ടു കഴിഞ്ഞു. കറാച്ചിയിലും ഇത്തരം ആക്രമണങ്ങൾ നിരന്തരമാണ്. കറാച്ചിയിൽ പല ഭീകര സംഘടനകളിലെ നേതാക്കന്മാരെ വധിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യയാണെന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു പാകിസ്ഥാൻ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇപ്പൊ ലാഹോർ എന്ന് പറയുന്ന നഗരം നമ്മുടെ അതിർത്തിയിൽ നിന്നും വാഗാ ബോർഡറിൽ നിന്നും വെറും 25 കിലോമീറ്റർ മാത്രം അകലെയാണ് ലാഹോർ നഗരം. അപ്പോ ഇന്ത്യക്ക് വളരെ അടുത്താണ് ലാഹോർ നഗരം. കറാച്ചി ഒരു ഗുജറാത്തിന്റെ തീരത്ത് നിന്ന് ഒരു 200 കിലോമീറ്റർ മാത്രമാണ് കറാച്ചിക്ക്. ഇപ്പൊ വളരെ അടുത്ത് കിടക്കുകയാണ്. പക്ഷെ ഇന്ത്യയുടെ നഗരങ്ങളെല്ലാം അങ്ങനല്ല. ഇന്ത്യയുടെ ഈ 2 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ പല സംസ്ഥാനങ്ങളും, ഇപ്പം ഉത്തർപ്രദേശിന്റെ കിഴക്കേ അറ്റത്ത് ചെല്ലണമെങ്കിൽ പാകിസ്ഥാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ബംഗാളിലോ തെക്കേ ഇന്ത്യയിലോ വരാൻ പറ്റത്തില്ല. പക്ഷെ പാകിസ്ഥാന്റെ എല്ലാ ഭാഗവും നീണ്ടുകിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് അവിടുത്തെ പ്രധാന നഗരങ്ങളെല്ലാം തന്നെ വളരെ അടുത്താണ് ഇന്ത്യയിൽ നിന്നും. സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളിൽ ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാൻ വളരെ എളുപ്പമാണ്. പാകിസ്ഥാന് തിരിച്ച് ഇന്ത്യയുടെ നഗരങ്ങളിൽ എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഡൽഹി പോലും നല്ല ദൂരത്തിലാണ് പാകിസ്ഥാനിൽ നിന്നും സ്ഥിതി ചെയ്യുന്നത്. താരതമ്യേന അടുത്താണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പഞ്ചാബിലെ നഗരങ്ങൾ അമൃത്സറോ അല്ലെങ്കിൽ ഗുജറാത്തിന്റെ ബറൂച്ച്, കച്ച് ജില്ലകളോ ഒക്കെ പാകിസ്ഥാനിൽ നിന്ന് വളരെ അടുത്താണ്. പക്ഷെ ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളൊന്നും അവിടെയല്ല സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളാണ് പാകിസ്ഥാൻ അനുഭവിക്കുന്നത്. എന്തായാലും ശരി, ഈ ഭീകരാക്രമണം പാകിസ്ഥാന് വല്ലാതെ ഒരു ഞെട്ടൽ കൊടുത്തിരിക്കുകയാണ്. സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. സ്വാഭാവികമായിട്ടും അതൊരു വല്ലാത്ത ഒരു വെല്ലുവിളിയാണ്. പാകിസ്ഥാൻ സൈന്യം ആക്രമണത്തെ പരാജയപ്പെടുത്തിയെന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ. പക്ഷെ എന്നിരുന്നാൽ പോലും പാകിസ്ഥാൻ സൈന്യത്തിലെയും നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നതും സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിന് നാശനഷ്ടങ്ങൾ വരുത്തിയെന്നതും സൈന്യത്തിന്റെ ആത്മവീര്യത്തെ ബാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് വരും ദിവസങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് എന്ത് ചെയ്യും, ഏത് രീതിയിൽ തിരിച്ചടിക്കും, പാകിസ്ഥാൻ ഇന്ത്യ ഒരു യുദ്ധം വീണ്ടും ഉണ്ടാകുമെന്നാണ് ഈ അടുത്ത സമയത്ത് ഒരു ഏജൻസി അവിടെ ഒരു പഠനം നടത്തി. 70% ജനങ്ങൾ പാകിസ്ഥാനിൽ വിശ്വസിക്കുന്നത് ഉടൻ തന്നെ അടുത്ത ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുന്നതാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ടും ഇപ്പോ വലിയ സംഘർഷത്തിൽ നിൽക്കുകയാണ്. എന്തായാലും പാകിസ്ഥാൻ സൈന്യത്തിന് ഇത് ഗുണമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കും. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉന്നത നേതാക്കന്മാർക്ക് ഈ ഫണ്ട് ഓഡിറ്റ് ഇല്ലാതെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായിട്ട് അവർ മറിച്ച് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ഈ ആന്തരിക സംഘർഷങ്ങളെ കുറച്ചുകൂടി നിയന്ത്രിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ലെങ്കിൽ, സിന്ധിലും വ്യാപകമായിട്ട് ഇത്തരം സംഘർഷങ്ങൾ വ്യാപിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ബലൂചിസ്ഥാന്റെ അവസ്ഥ സിന്ധിനുണ്ടായാൽ പാകിസ്ഥാൻ അത് താങ്ങാൻ പറ്റില്ല. ബലൂചിസ്ഥാൻ പോലെ അല്ല സിന്ധ്. പാകിസ്ഥാന്റെ ഈ സമ്പദ്ഘടനയുടെ ഏതാണ്ട് 50% ഈ സിന്ധിന്റെ കറാച്ചി പോർട്ടും അതിനോടനുബന്ധിച്ചുള്ള വ്യവസായശാലകളിൽ നിന്നുമാണ് വരുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോ കറാച്ചി തുറമുഖത്തിന് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാലും അത് പാകിസ്ഥാന് വല്ലാതെ ബാധിക്കും. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്താ വിശകലനങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.